$2000 വിലയുണ്ട് ഈ സാധനത്തിന് ഒരു കിലോയ്ക്ക്. ഇതിന് ഒരു 300-320 രൂപ ഇപ്പൊ നിലവിൽ വിലയുള്ളൂ. കുരുവിന് ഒരു 300 കായുടെ ഒക്കെ മതി. ഒരു 2 ഗ്രാം 3 ഗ്രാം ഒക്കെ ഉണ്ടാവും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമല എന്ന പ്രദേശത്താണ്. ദത്തൻ ചേട്ടന്റെ ഒരു 3 ഏക്കർ വരുന്ന തോട്ടം. ഇവിടെ പ്രധാനമായും നമ്മൾ ഈ കാണുന്ന പോലെ ജാതി അല്ലെ, പിന്നെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കൊക്കോ വെച്ചിട്ടുണ്ട്, റംബൂട്ടാൻ ഉണ്ട്, പിന്നെ വാഴയുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പ്രദേശത്ത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കൃഷികളും ഇവിടെ. പക്ഷേ ദത്തൻ ചേട്ടനെ ഈ നാട്ടുകാർക്കൊക്കെ അറിയുന്നത് അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാർക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളാണ് അല്ലെ. ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാണ്. എവിടെ വെള്ളമില്ല പറഞ്ഞാൽ ഉടൻ തന്നെ അവിടെ. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ കൃഷി ചെയ്യാൻ പറ്റുന്നത്, വെള്ളം ഉള്ളത്. ഇങ്ങനെ ഈ ഒരു കൃഷിയിലേക്ക് വരുന്നത് അതിനെ കുറിച്ച് അത് പാരമ്പര്യമായിട്ട് ഞങ്ങള് അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് കർഷകരാണ്. നമ്മൾ മാത്രമാണ് വേറൊരു ഫീൽഡിലേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. സാമ്പത്തികമായ സപ്പോർട്ട്. അതാണ് അതിന്റെ കാര്യം. എത്ര ഉണ്ടാവും ഇങ്ങനത്തെ ജാതി? എത്ര ഉണ്ടാവും? ഒരു 10-80 ജാതി ഉണ്ട്. പിന്നെ തെങ്ങുണ്ട്, 100 തെങ്ങുണ്ട്. എല്ലാം ഇപ്പൊ ആദായം എല്ലാ ആദായമായി തുടങ്ങി. ശരി, ഈ ഒരു പ്രദേശം ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രദേശമാണ്. ഇത് ഭയങ്കര കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമല്ല പൂമല. അനുയോജ്യമാക്കി എടുത്തതാണ്. അതാണ് ഈ ഞങ്ങളുടെ തിരുവാങ്കൂറുകാരുടെ ഒരു കഴിവ്. അതെങ്ങനെയാ അങ്ങനെ മാറ്റിയെടുത്തതെന്ന് പറയാം. അതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഠിനാധ്വാനം. ശരിക്കും കുറച്ചങ്ങോട്ട് താന്ന പാറയാണ് ചീങ്കംപാറയാണ്. കുറച്ചങ്ങ് താന്നു കഴിഞ്ഞു അവിടെ വേരിറങ്ങൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ നിലം ഒരുക്കിയത് എങ്ങനെയാ? അല്ല, ഈ കുറച്ച് മണ്ണുണ്ടാവും, 2 അടി 2.5 അടി 3 അടി മണ്ണുണ്ടാവും. അതിന്റെ മുകളിൽ ചെറിയ നേന്ത്രവാഴ കൃഷി, മറ്റേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൂടുതൽ. തെങ്ങിനും കവുങ്ങിനൊക്കെ നല്ല വേരിറങ്ങണം. നല്ല വേരിറങ്ങണം. പക്ഷെ ഇത് നമുക്ക് നനയുടെ ഒരു ബലത്തിൽ നിൽക്കുന്നു, നനയുടെ ബലത്തിൽ. അപ്പൊ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ വെട്ടുകല്ലൊക്കെ എടുത്തിട്ട് വെട്ടുകല്ലെടുത്തിട്ട് നമ്മള് ഇപ്പൊ അവിടെയൊക്കെ മണ്ണാക്കി വെട്ടുകല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ വേരൊക്കെ ഇറങ്ങി പോകാനായിട്ടുള്ള കല്ലൊക്കെ എടുത്ത് അങ്ങനെയാണ് ഓരോ സ്ഥലം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗമായിട്ട് ഒരു ഏരിയ ആക്കി കഴിഞ്ഞു, ഇപ്പൊ അടുത്ത ഭാഗം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ കണ്ടമാനം പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ കൃഷിയുടെ ആക്കി മാറ്റുന്നത്. നമുക്കല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വലിയ ഗുണം ചെയ്യും. നമ്മള് പൈസ മുടക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ കണ്ടമാനം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇനി എന്തെങ്കിലും ആദായം എടുത്തോണ്ടിരുന്നാൽ മതി. ആ ലെവലിലേക്ക് നമ്മൾ കൃഷിക്ക് ഇപ്പൊ ചില സാധനങ്ങളൊക്കെ നല്ല വിലയുണ്ട്. തേങ്ങയ്ക്ക് നന്നായി വില വന്നായിരുന്നു, ഇപ്പൊ സ്വല്പം ഡൗൺ ആവുന്നുണ്ട്. കുരുമുളക് നല്ല വിലയുണ്ട്, അടയ്ക്ക നല്ല വിലയിലാണ്. ഒക്കെ വിലയുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കരമായിട്ട് രോഗകീടബാധ അതിഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വരുന്നുണ്ട്. പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മനസ്സിന് സുഖം കിട്ടുന്ന ഒരു ഏർപ്പാട്. ഇത് തോട്ടത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്ന കാണുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ശരി, എത്ര പേരുണ്ട് ജോലി സഹായിക്കാനായിട്ട്? 2 പേര് ഏറെക്കുറെ സ്ഥിരമായിട്ട് തന്നെയുണ്ട്. അതാണെങ്കിൽ നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടൊക്കെ ഒരുമാതിരി ക്ലിയർ ആയിട്ട് തന്നെ. പിന്നെ ഇതൊക്കെ എങ്ങനെയുണ്ട്? ജാതി കൃഷി എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു 10-80ഓളം ജാതി ഉണ്ടല്ലോ ഇവിടെ. അല്ല, ജാതി കൃഷി വരുമാനമുണ്ട്. പക്ഷെ അതിന് ഒരു ലേബർ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന് വരുമാനം ഇല്ല. നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലേബർ കിട്ടൂലോ. മറ്റുള്ളവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പണിയെടുത്ത് ലേബർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് ലേബർ കിട്ടും. അങ്ങനെയാണ് ഇത് മുതലായി പോകുന്നത്. അല്ലാണ്ട് ഇത് ലേബർ വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ അതിനത് ഒട്ടപ്പൂജയാണ്. വരുമ്പോ ഇനി നെക്സ്റ്റ് ബാച്ച് അല്ലേ? ഇതൊക്കെ വരുന്നത് ഏത് ഇനം കവുങ്ങ? ഇത് ഇന്റർമംഗള. അതിന്റെ പ്രത്യേകത എന്താ? ഇത് ഹൈബ്രിഡ് ഇനാണ്, 2 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. അപ്പൊ ഇനി ഈ ഏരിയയിലൊക്കെ ഇത് വെക്കാനാണ്? അതെ അല്ലേ, സ്ഥലമുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് വെക്കാനാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയൊക്കെ കൊക്കോ എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടില് എങ്ങനെയുണ്ട് കൊക്കോ? ഇവിടെ നമ്മൾ കൊക്കോ നമ്മൾ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് 100% അറിയില്ല. നമ്മളിപ്പോ കഴിഞ്ഞ വർഷം പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. ഇത് മീൻസ് ഇതിപ്പോ കൊക്കോ കായായി കഴിഞ്ഞാൽ എടുക്കാനോ വിപണി സാധ്യതയൊക്കെ എങ്ങനെയാണ്? വിപണി സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോ ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. കൃഷി ലാഭകരമാണ് എന്ന് തന്നെയാണ് ദത്തൻ ചേട്ടന്റെ ഒരു ഭാഗം അല്ലേ? കൃഷിയോട് താല്പര്യമുള്ളവർക്ക് അത് ലാഭകരമാണ്, ഒപ്പം സന്തോഷമാണ്.
കൃഷി വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ചെറുകിട വളപ്പിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഇവിടെ നമ്മുടെ പ്രയത്നമാണ് നമുക്ക് ഒരു വലിയൊരു ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് തൃശ്ശൂർ പൂമലയിലെ ദത്തൻ ചേട്ടൻ്റെ കൃഷിയിടമാണ്. 3 ഏക്കറിൽ തെങ്ങ്, കവുങ്ങ്, ഒപ്പം ജാതി ഒക്കെയുള്ള ഒരു വിശാലമായ കൃഷിയിടം. ഈ സൈഡിൽ നമുക്ക് കൊക്കോ കാണാം, ഒപ്പം തെങ്ങും കാണാം. ഇനിയും മറ്റ് ഏരിയ കൂടി കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും കൃഷി ഒരു പാഷനായി കണ്ട് അതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച് മുന്നേറുന്ന ഒരു കർഷകൻ. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.